ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ജാമിയയുടെ വിളിയായിരുന്നു നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ എന്തിനാ കൊച്ചിനെ വിളിച്ചത്? ജെറമിയാക്കാളും മിടുക്കന്മാർ ദേശത്തില്ലായിരുന്നോ? ഒരു 10-35 വയസ്സുള്ള ഒരാളെ വിളിച്ചാൽ പോരായിരുന്നോ? എന്തിനീ 14 വയസ്സുകാരനെ വിളിക്കുന്നത്? കർത്താവ് പഠിപ്പിക്കുക മക്കളെ. നിന്റെ കഴിവോ നിന്റെ പരിചയങ്ങളോ നിന്റെ മിടുക്കോ ഒന്നുമല്ല. കർത്താവിൽ 100% നീ എന്ന് ആശ്രയിച്ചു തുടങ്ങുന്നുവോ? Once you begin to surrender 100%, ദൈവങ്ങളെ വെല്ലുവിളിച്ചത് പറയുന്നത് 100%. ഹയസൊരു മകളെ കണ്ടു, വൈകുന്നേരം വെള്ളം പോലും കുടിക്കും, നീ കൊടും ചൂടില്ല. ഞാൻ എൻ്റെ പൊന്നെ ചേച്ചി ചത്തുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിന് അച്ഛൻ ഉത്തരവാദിയാന്ന് ആരാ പറഞ്ഞത്? ഇറ്റ്സ് മൈ ഡിസിഷൻ. വൈകുന്നേരം വെള്ളം പോലും കുടിക്കാതിരിക്കുക. ധ്യാന പ്രസംഗത്തിന് പോകുന്ന ആളല്ല, കൺവെൻഷന് പാട്ട് പാടാൻ പോകുന്ന ആളല്ല, കൺവെൻഷന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളല്ല. ഒരു പാവം ഹൈന്ദവ സഹോദരി ജ്ഞാനസ്നാന വെള്ളം പോലും തല തൊട്ടിട്ടില്ല. നമ്മൾ എന്തീ പറയുന്നത്? നമ്മളെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ജീവിതങ്ങളെ കണ്ടോ? സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് അല്പം കഞ്ഞി കുടിക്കും. വീട്ടിലെ തണലത്ത് സുഖമായിട്ടിരിക്കുന്നില്ല, കടയിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയാ. കടയിൽ ജോലിക്ക് പോകും, രാവിലെ പോകണം, വീട്ടിലെല്ലാം ഭക്ഷണം ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പോകും. വൈകിട്ട് 6 മണി 7 മണിക്ക് കഴിയുമ്പോൾ തിരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയോ മകളെ? ഈ തീക്കനലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാ തീക്കനൽ. ഹല്ലേലൂയ. ഒരുപാട് മക്കൾ ഓരോ രീതിയിൽ നിങ്ങൾ നോയമ്പെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തോ. ഇതൊന്നും ആരും അനുകരിക്കാനൊന്നും പറയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് നോയമ്പെടുക്കാവുള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിശുദ്ധാത്മാവ് നൽകുന്ന പറ്റും. നിനക്ക് പരിശുദ്ധാത്മാവ് പറ്റും, നിനക്ക് അനുഗ്രഹമൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ തിന്നും കുടിച്ച് ഉണ്ടും ഉറങ്ങിയും ഒക്കെ രാത്രിയിലൊന്നും ഒരിക്കലും പ്രാർത്ഥിക്കാൻ നിനക്ക് നേരവും ഇല്ല. നിനക്ക് കർത്താവ് ബൈബിള് വായിക്കാനും നേരമില്ല, ഒന്നിനും നേരമില്ല. നിനക്ക് ദൈവാനുഗ്രഹത്തിന് നേരം കിട്ടത്തില്ല. സത്യമാണല്ലേ? ഇൻഡിഫറൻസ് ടു ഗാഡ് ഈസ് ആൻ ഇൻഡിഫറൻസ് ടു ബ്ലെസ്സിങ്. നിനക്ക് ഒരനുഗ്രഹം കിട്ടാൻ പോണില്ല, ഉറപ്പാ മക്കളെ. കാരണം നിന്റെ മനസ്സിലൊരു ദാഹം, ഒരു തേങ്ങൽ, ഒരു കൊതി, ഒരു ആഗ്രഹം കർത്താവിനോട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൂട്ടാ, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഈ ഞായറാഴ്ച ദിവസം ചില പിള്ളേർ ഒളിച്ചു വരും പള്ളിയിൽ. ഈ ആഴ്ച ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, മുടിയൊക്കെ നീട്ടി ഒരു വല്ലാത്ത തരത്തിലുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിപ്പം വന്നിരിക്കുകയാണ്. ഇപ്പം വന്നു, കുറച്ച് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞു, അതെല്ലാം തോറ്റുപോകും. ഇനി ഏതാണ്ട് ഈ ആഴ്ചയിലും കണ്ടുണ്ട്. തിങ്കളാഴ്ച പരീക്ഷ ഉണ്ടായിരുന്നു, +2 കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനേക്കാളും പ്രധാനപ്പെട്ട അവൻ്റെ ആത്മാവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവൻ്റെ പരീക്ഷാ വിഷയമൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ കുട്ടാ നീ എന്താടാ ഇങ്ങനെ പോണേ? അപ്പം പറഞ്ഞു, പറ്റുന്നില്ല. അമ്മയൊന്നും വന്നിട്ടില്ല, അമ്മ പിടിച്ചോണ്ട് വന്നോന്നല്ല, ഇവൻ തന്നെ വന്നിരിക്കുക, എങ്ങാണ്ടൂന്ന് വന്നിരിക്കുക. ഞായറാഴ്ച വന്ന് അച്ഛനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ഏകദേശം 3 മണി വരെ ഒന്ന് പ്രാർത്ഥിച്ചു. കാരണം വരുന്നതൊക്കെ ഇങ്ങനെയുള്ള പാർട്ടീസാണ്. ഒരു നൊമ്പരവും ചുമ്മാ കൈതൊടാൻ വേണ്ടി വരുന്നൊന്നുമല്ല, നൊമ്പരവും വേദനയും ചങ്കുപൊട്ടിയവരും ഒക്കെ വരുന്നത്. 3-4 പേര് ക്യാൻസർ രോഗികൾ ഇന്നലെ വന്നു. 30 വയസ്സുള്ള പെൺകൊച്ചിന് ക്യാൻസറാണ്. കല്യാണം കഴിച്ച 2 പിള്ളേരുണ്ട്, 30 വയസ്സ്. സിസ്റ്റം കണ്ട് എടുത്തു മാറ്റാൻ വേണ്ടി നോക്കിയപ്പം വയറ്റ് മുഴുവൻ ക്യാൻസറാണ്. ഇന്നോ നാളെ ഞങ്ങളുടെ വലിയൊരു സർജറി, യൂട്രസും എല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞിരിക്കുക. പാവം കൊച്ചവളിയിൽ താങ്ങിപ്പിടി, വയറും താങ്ങിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. വേദന എന്നാന്നും നമുക്കറിയത്തില്ല മക്കളെ. അതുകൊണ്ട് പ്രാർത്ഥന എന്നാന്ന് നമുക്കറിയാത്തത്. വേദന എന്നാന്നറിയാത്തവർക്ക് പ്രാർത്ഥന എന്നാന്ന് അറിയത്തില്ലെന്ന്. ബുദ്ധിമുട്ട് എന്നാന്ന് അറിയാത്തവർക്ക് പ്രാർത്ഥന എന്നാന്ന് അറിയത്തില്ല. സങ്കടം എന്നാന്ന് അറിയാത്തവർക്ക് പ്രാർത്ഥന എന്നാന്ന് അറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലൊരാളാണ് എന്ത് ചെയ്യും?
നമ്മൾ എന്തൊരു സഹനത്തിലൂടെയൊക്കെ പോണേ, എന്തൊരു സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ മനുഷ്യര് കടന്നു പോകുന്ന നൊമ്പരങ്ങള്, മനുഷ്യര് കടന്നു പോകുന്ന തകർച്ചകള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നല്ല സമയം കിട്ടുമ്പോൾ വിളിച്ചാൽ മതി. എനിക്ക് ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട്. പിന്നെ വേറൊന്നും ആവശ്യമില്ല. ഏത് സഹനത്തിലും സന്തോഷത്തോടെ നിൽക്കാൻ പറ്റില്ല. പ്രശ്നമുണ്ട്, ഇടയ്ക്ക് അത് നഷ്ടപ്പെട്ടു പോകും, അതാണ് വിഷമം. എല്ലാം സഹിച്ച് കണ്ണൽ മാറിപ്പോവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ദൈവം സമ്മതിക്കുന്നുണ്ട് എല്ലാം നന്നേക്കണേന്നുള്ള. അപ്പോൾ എല്ലാം പിടിച്ച് നിൽക്കാനുള്ള ശക്തി തരണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അത്ര ക്ലിയർ അല്ലാലും തോന്നുന്നു. സൗണ്ട് എല്ലാം ക്ലിയർ ആയിരുന്നോ ചോദിച്ചാ? 2 കുഞ്ഞുങ്ങൾ, ലക്ഷത്തിലൊരാൾക്കോ വരുന്ന രോഗം വന്നിരുന്നു. 2 കുട്ടികളുടെ അമ്മയും. രണ്ടും തലയിലുള്ള രോഗമാണ്. കൊച്ചിങ്ങനെ തളർന്ന് കിടക്കും. എൻ്റെ തോളെടുത്ത് മറ്റേ കുട്ടിയാണ് ഒരു 16 വയസ്സുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുവരും. ഇന്നലെ എനിക്ക് ഇട്ടിരിക്കുന്നത് ഇതാണ്, അച്ഛാ കൊച്ചു സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ല, ഈ സഹനങ്ങളെ പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ. നിങ്ങളിത് മുഴുവൻ തിരിയണമെന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു. ഇതാ 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 നൊവേന. അവക്ക് വായിക്കോട്ടെ വരത്തില്ല, അവക്ക് ക്ഷീണം വരത്തില്ല. 2 കുഞ്ഞുങ്ങളാ മക്കളെ, 2 കുഞ്ഞുങ്ങൾ ഒരുപാട് രോഗികളാ. ഇതിനപ്പുറത്ത് എന്ത് നൊമ്പരോ മക്കളെ. ഒരു മനുഷ്യ ജീവിതത്തില് ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളാ. ഇതിന് പേരാ പ്രാർത്ഥന. ഇവക്ക് നൊവേനയുണ്ട് മക്കളെ, ഇവക്ക് ആരാധനയുണ്ട്, ഇവക്ക് കുർബാനയുണ്ട്. നമുക്ക് വിഷയങ്ങളൊന്നും ഇല്ലെന്നേ, വളരെ സെറ്റപ്പാ, നമ്മളൊക്കെ സെറ്റപ്പാ. 2 പേർക്കും ജോലിയുണ്ട്, എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ സമ്പത്തൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതിനാവശ്യമില്ലല്ലോ. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാം, നല്ല വീടുണ്ട്, കിടന്നുറങ്ങാം. ആരും വന്ന് വാടക ചോദിക്കാൻ പറ്റത്തില്ല, ആരും വന്ന് കടക്കാനൊന്നുമില്ല, ആരും വന്ന് മുറ്റത്ത് വന്ന് നിൽക്കാനൊന്നും ആരുമില്ല. പിന്നെന്തിനാ ദൈവം, പിന്നെന്തിനാ ദൈവം? സത്യമായിട്ട് പറയാം മകളെ, വേദനകളുടെ ആഴം കൂടുമ്പോൾ പ്രാർത്ഥനകൾ സത്യമായിട്ട് മാറും. ഒരു കണക്കിന് വേദനകൾ നല്ലതാ മക്കളെ, സങ്കടങ്ങൾ നല്ലതാ, രോഗപീഠകൾ നല്ലതാ, കഷ്ടപ്പാടുകൾ നല്ലതാ. എന്റെ ദൈവത്തെ അറിയാൻ. പകുതി പേര് ഹല്ലേലൂയ പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും ശരി. ഹല്ലേലൂയ. സങ്കടങ്ങളൊക്കെ ആരാധനാ സമയമാക്കി മാറ്റണം. ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ ദൈവസ്തുതിയുടെ സമയം. നിങ്ങൾ തോറ്റുപോകില്ലെന്ന്. ഒരു സുഖം കിട്ടുന്നതിനേക്കാളും വലിയൊരു അഭിഷേകം സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, നൊമ്പരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്ന്. ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുക. പിഴുതെറിയണം മക്കളെ. ജീവിതത്തില് പല ദുരന്തങ്ങളെയും പല തിന്മകളെയും പല പാപാവസ്ഥകളും പറിച്ചെടുക്കണം. അത് ജീവിതത്തിൽ നീ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ. ഹല്ലേലൂയ. കുടുംബത്തിനൊക്കെ പല തിന്മകളുണ്ട്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പല തിന്മകൾ പിഴുതെറിയണം. വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങള്. മക്കളെ, ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാകാൻ പോകുന്നില്ല മക്കളെ. മുന്തിരിവള്ളിയിൽ നിന്നും മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളൊരു വിശദീകരണത്തിന്റെ കാലമായി, ദൈവത്തെ അറിയുന്നൊരു കാലമായിട്ട് ഈ കാലം മാറട്ടെ. ഇതാ പിഴുതെറിയാൻ, ഇടിച്ച് തകർക്കണം മക്കളെ. നമ്മൾ മനസ്സിൽ വലിയ കാര്യമായിട്ട് വെച്ചാൽ അതൊക്കെ ഇടിച്ച കൊടുത്ത് തകർക്കണം.
ദൈവത്തിന് നിരക്കാത്തതൊക്കെ നമുക്ക് ഇടിച്ച് തകർക്കണം. കർത്താവേ, ബാബേൽ ഗോപുരങ്ങൾ ഇടിച്ച് തകർക്കണം. നമുക്ക് ദൈവമേ, നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ നമുക്ക് ഇടിച്ച് തകർക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടിച്ച് തകർക്ക് നശിപ്പിക്കാനും ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാൻ തകർത്ത് കളയണം. വേണ്ട തകർത്ത് കളയണം, തല്ലി തകർക്കണം, നശിപ്പിക്കണം ചില കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സുഖഭോഗങ്ങളോടുള്ള താല്പര്യങ്ങൾ, ദൈവമേ, അല്ലെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ തകർത്തേ പറ്റത്തുള്ളൂ. യേശുവേ, നശിപ്പിക്കാനും തകിടം മറിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ തകിടം മറിക്കണം. നമ്മുടെ സുഖങ്ങളെ തകിടം മറിക്കണം. നമ്മുടെ കംഫർട്ട്സിനെ തകിടം മറിക്കണം. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ആസ്വാദ്യങ്ങള്. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. പ്രാർത്ഥിക്കാൻ വന്ന അവരമ്മയും മകളും കൂടെ എനിക്കൊന്ന് ഏറ്റുമാനൂരോ എവിടെയാണോ എനിക്ക് ആ ഭാഗം കണ്ട അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളൊരു വീടാണ്. ഈ കൊച്ചുങ്ങൾ അവർ പഠിച്ച ഒരുത്തി ഇപ്പം വിദേശത്താണ്. ഞങ്ങൾക്കൊരു ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക ഇവർ. ഞാൻ കൈവപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവർ ആരാധന ചാപ്പലിൽ നിന്ന് ഇറങ്ങി വരിക. വീഡിയോ കോളിൽ നിൽക്കുക. ഈ അമ്മയും മകളും പ്രാർത്ഥിക്കുമ്പോൾ വീഡിയോ കോളിൽ മറ്റവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റേ കൊച്ചിന് ആരാധന ചാപ്പൽ കാണണം. അവൾ ജീവിതത്തിൻ്റെ പ്രധാന നിമിഷങ്ങളിലൊക്കെ ഈ ആരാധന ചാപ്പൽ ഓടി വന്നിട്ടുണ്ട്. അത്രേ അവൾക്ക് പ്രയാസം വന്നപ്പോഴേക്കും ആരാധന ചാപ്പൽ, അവൾക്ക് ഈ ആരാധന ചാപ്പൽ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കാണിക്കുക. അവർ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നൊരു കുടുംബം. അന്നും അവൾക്ക് എന്തോ ടെൻഷനോ പ്രയാസം. അപ്പം അമ്മ ഓടി വന്നിരിക്കുക. പോകാൻ പറഞ്ഞു, പള്ളിയിൽ പോകാൻ പറഞ്ഞു. എനിക്ക് ഈശോയെ കാണണം ഇപ്പോൾ, എനിക്ക് വിമലഗിരി മാതാവിനെ കാണണം ഇപ്പോൾ. ഒരു ബന്ധമില്ല, ഇങ്ങനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോയവരാ. ഈ ദേശക്കാർ പോലുമല്ല. നമ്മൾ ഞാൻ ഓർക്കുക, ചിലരുടെ ചങ്കിൽ തീ കത്തുന്നത് എങ്ങനെയാന്ന്. എന്നിട്ട് വന്നിട്ട് എന്നോട് പറയുക, അച്ഛാ ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചൊരു കുടുംബം. 2 പെമ്പിള്ളാരേ ഉള്ളു. 2 പെമ്പിള്ളാരുമായിട്ടുള്ള അപ്പനിങ്ങനെ ആഘോഷിക്കുക. മക്കൾക്ക് വേണ്ട എല്ലാ സന്തോഷം കൊടുക്കുകയാണ്. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി ഇങ്ങനെ കറങ്ങാൻ പോകും. ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകും. നല്ല പുട്ടടിക്കും. ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നല്ല ചാപ്പാടൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങിയടിച്ച് വരിക. ചേച്ചി പറയുകയാണ്, കഴിഞ്ഞ എത്രയോ നാൾ ഇവിടെ വരാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവരെത്രയോ പള്ളികൾ കയറാൻ തുടങ്ങി. ഞായറാഴ്ച ടൂറില്ല, വിരുന്നില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരും. നോയമ്പ നടന്ന് പള്ളികൾ കയറി കൊന്തയിൽ, മാതാവിൻ്റെ പള്ളിയാണ് കൊന്തയില്ലുക. ഇങ്ങനെ ഒരു പള്ളി കയറി ഒരു കൊന്തയില്ലും, പിന്നെ ഇറങ്ങിപ്പോരും. അടുത്ത പള്ളി ചെല്ലും, അവിടെ ഇരുന്നൊരു കൊന്തയില്ലും. നിന്റെ യാത്രകളൊക്കെ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് മാറുന്ന ഒരു അനുഭവത്തെ പറ്റി ചിന്തിച്ച മക്കളെ. ചുമ്മാ തെക്കും പടക്കും പോകാതെ മക്കളെ കൂട്ടി പോകുമ്പോൾ ഒരു പള്ളി കാണാൻ പള്ളിയിലേക്ക് പോകും. അവിടെ പോയി മക്കളെ ഇരുത്തി നിങ്ങൾ പ്രാർത്ഥിപ്പിക്ക്. കുഞ്ഞുമക്കളാണ് അവർക്ക് ഇഷ്ടമാകും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ ശീലമായിട്ടൊക്കെ മാറും മക്കളെ. ഒരു ധ്യാനവും പറഞ്ഞിട്ടില്ല. അവർക്ക് മനസ്സിൽ തോന്നുക, ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഒരിടം കാണാൻ പോകുന്നത്, ഇനി നമുക്ക് പള്ളികളിൽ പോയാൽ മതി. അവർ ഈ കോട്ടയം ജില്ല, എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയിലൊക്കെ പള്ളികൾ മുഴുവൻ കഴിഞ്ഞിപ്പം. ഒന്ന് ആലോചിച്ച് നോക്കിക്ക മക്കളെ, എന്തൊരു പ്രാന്താ ഇത്. സത്യത്തിൽ പ്രാന്തല്ലേ ഇത്? എന്തൊരു ദൈവാനുഭവം. ഇതാ സുഖമെന്ന് പറയുന്നത്, ഇതിന്റെ പേര് സന്തോഷമെന്ന് പറയുന്നത്, ഇതിന്റെ പേര് ആനന്ദമെന്ന് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ആ കൊച്ചിനൊരു വേദന വന്നപ്പോൾ ഉടനെ എനിക്ക് ഈശോയെ കാണണം, ഓടിപ്പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അമ്മ പറയുക, അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ആരാധന ചാപ്പി വന്നിരിക്കും. നേരത്തെ വിമലേരി മാതാവിന്റെ പള്ളിക്കകത്തായിരുന്നു ആരാധന ഉണ്ടായിരുന്നത്. അതുപോലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ഇതിലും വലിയ സന്തോഷം ഉണ്ടാവുള്ള, അല്ല വലിയ ആനന്ദം മക്കൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടാവുണ്ടല്ലോ, എനിക്ക് അതിലും വലിയ സ്വന്തമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് മക്കളെ. നിങ്ങളെല്ലാം ഒച്ചത്തിൽ പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും, ആരാധിക്കുന്ന എൻ്റെ സത്യം പറയാം. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഇതാ പണിതുയർത്താൻ, പുതിയ കാര്യങ്ങൾ പണിതുയർത്തണം മക്കളെ. ആത്മീയ ജീവിതത്തിൽ പുതിയ ദിവസം പള്ളിയിൽ പോകുന്ന തീരുമാനം എടുക്കുക. നിന്റെ ജീവിതം മാറും കൊച്ചേ.
ദിവസം അരമണിക്കൂർ ബൈബിള് വായിക്കുന്ന തീരുമാനം എടുക്കുക. ആമേൻ. എത്ര നാളായിട്ട് പറയുന്ന ഇത്? ഒരു അരമണിക്കൂർ ബൈബിള് വായിക്കുന്ന തീരുമാനം എടുക്കുക. ഒരു അരമണിക്കൂർ നല്ല കൊന്തയില്ലെന്ന് തീരുമാനിച്ചേ. ജീവിതമാകും പൊന്നു മക്കളെ. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഞാനുള്ള കാര്യം പറയണേ. ഇത് രാവിലെ വെളുപ്പാൻ കാലത്തൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ ആരോഗ്യം പോലും മെച്ചപ്പെടും. പിന്നെ ഈ ഷുഗറിനും കൊളസ്ട്രോളിനും മരുന്നും കഴിച്ചുകൊണ്ട് നിങ്ങൾ നടക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നട്ടു വളർത്തണം. യു ഷുഡ് പ്ലാന്റ്. സ്നേഹത്തിന്റെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം മക്കളെ. ഔദാര്യത്തിന്റെ ചെടികളൊക്കെ മറ്റൊരാൾ വിഷം കൊടുക്കണം. നമ്മളെ ഒരുപാട് കാര്യം അച്ഛൻ മുഴുവൻ പറയാൻ സമയമില്ല. താങ്കളൊന്നും പോകുന്നില്ല. ആർഭാടങ്ങളുള്ളവര് വേണ്ടെന്ന് വെക്കണമെന്ന്. ആർഭാടങ്ങൾ, വലിയ ആഘോഷം, കല്യാണമൊക്കെ ലിമിറ്റഡ് ആയിട്ട് നടത്തണം മക്കളെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ മാത്രം വിളിച്ച് കല്യാണം നടത്തുക. ഇത് ലോകത്തുള്ള 10,000 പേരെ വിളിച്ചിട്ട് ഒരു ചെറിയ ഭക്ഷണത്തിലേക്ക് ഒതുങ്ങാൻ പഠിക്കും മക്കളെ. എനിക്കറിയാം, ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയ ഭക്ഷണത്തിലേക്ക് നമ്മൾ ഒരുങ്ങണം. ഈസ്റ്റർ കഴിഞ്ഞുള്ള കല്യാണങ്ങൾ വരാൻ പോവുക. കൊച്ച് അമേരിക്കയിലോട്ടെ, നിങ്ങൾ ബാക്കി പൈസ ഏതെങ്കിലും പാവപ്പെട്ട സ്ഥലത്ത് കൂടി കൊടുക്കുക. അനാഥ മന്ദിരങ്ങളുണ്ട് മക്കളെ. നമ്മുടെ ആത്മായ സഹോദരങ്ങൾ നടത്തുന്ന വൃദ്ധമന്ദിരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടേ കൊടുക്കുക. ഈ ആഘോഷങ്ങൾ വേണ്ടില്ല. ആ കുടുംബത്തിൽ പ്രശ്നം വരാൻ പോകട്ടോ. വലിയ ആഘോഷത്തിൽ നടത്തുന്ന കല്യാണങ്ങൾ പ്രതിസന്ധിയിലെത്തും. പറയും അച്ഛൻ പറയും ഈശോയുടെ നാമത്തിൽ. കാരണം അവിടെ പിശാചുണ്ട്. ആഘോഷങ്ങൾക്ക് നടുവിൽ പിശാചുണ്ട് മക്കളെ. ആർഭാടങ്ങൾക്ക് നടുവിൽ പിശാചുണ്ട്. ഇപ്പൊ മാമോദീസ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വലിയ ആഘോഷമോ. അല്ല പൊന്നുമക്കളെ, ആഘോഷങ്ങൾ കുറച്ചേ പറ്റത്തുള്ളൂ. ആർഭാടങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ട് നടത്തുവരൊന്ന്. കാരണം ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും പിശാചുണ്ട് മക്കളെ. അങ്ങനെ ആകാശത്ത് വെച്ച വിമാനം കല്യാണം നടത്തിയത്. ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് കല്യാണം വെച്ച് പെണ്ണും ചെക്കനും രണ്ടായി. വിമാനം പിടിച്ച് പോയി കല്യാണം നടത്തിയത്. ഒരുത്തിൻ്റെ ഒക്കെ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരടിയായി. എൻ്റെ പൊന്നു കുഞ്ഞ്, നിന്റെ വള്ളിയിൽ പോയി 1000 അച്ഛന്മാരൊന്നും വിളിച്ചു കൂട്ടണ്ട. ഒരച്ഛൻ മതി. നിങ്ങളുടെ വികാരിച്ച കല്യാണം കഴിച്ചാൽ മതി. 150 അച്ഛന്മാരെ നേരത്തെ മതി. കല്യാണം വേണ്ടതേ. കൂദാശയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേട്ടൻ്റെ മക്കളുടെ കല്യാണം വരാൻ പോവാ. അതിൻ്റെ ഞാനും അങ്ങനെ ആരും വിളിക്കാൻ പോകുന്നില്ല. ഞാൻ ആരെ കല്യാണത്തിന് വിളിക്കത്തില്ല. ഉറപ്പിച്ചിപ്പം ഞാനൊരു തീരുമാനം എടുത്തു. അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ അച്ഛന്മാരുടെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ഞാൻ ആരെയും വിളിക്കുന്നില്ല. നീസിൻ്റെ കല്യാണം മിക്കവാറും അടുത്ത് തന്നെ കാണും. ചേട്ടൻ്റെ പിള്ളേരുടെ, ചേട്ടന്മാരുടെ പിള്ളേരുടെ. ആരെയും വിളിക്കുന്നില്ല. ഒരാൾ മതി. അവളുടെ ദുർച്ചെലവുകളും ആർഭാടങ്ങളും ആ ജീവിതത്തെ തകർത്തുകളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടില്ല മക്കളെ. ടൗൺ ഹാൾ എടുത്തിട്ടല്ല, നിങ്ങളുടെ വീടിന് മറ്റൊരു സ്ഥലമില്ലെങ്കിൽ പള്ളിയോട് ചേർന്നുള്ള ഹോൾ എടുപ്പിച്ചു. വളരെ സിമ്പിളായിട്ട് കല്യാണങ്ങൾ നടത്തുക. ആർഭാടം കൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തു വന്നിട്ട് ആ ചെറുക്കൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു പ്രാർത്ഥന പോലും പിന്നെ ചൊല്ലിയിട്ടുണ്ടാവുമോ? ഈ ചാപ്പാട് പഠിച്ചിട്ട് പോയെന്നല്ലാതെ ഒരു പ്രാർത്ഥന പിറ്റേ ദിവസം ചൊല്ലി നിങ്ങൾ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു തരാം. ഇടിച്ചു തകർക്കണം മക്കളെ ഇങ്ങനെ ആർഭാടങ്ങള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാത്മീയത പടുത്തുയർത്താൻ, ഒരാത്മീയത നട്ടുവളർത്താൻ വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. He has given dominion. നമുക്കൊരു അധികാരമുണ്ട് മക്കൾ. എല്ലാവർക്കും ഒരു കുടുംബനാഥന് കുടുംബത്തിന്റെ മേൽ അധികാരമുണ്ട്. ഒരു കുടുംബനാഥയ്ക്ക് കുടുംബത്തിന്റെ മേൽ അധികാരമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആർക്കറിയാം ഇത്? ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്കൊരു അധികാരം, ഒരു ആത്മീയ അധികാരം. തെക്കും വടക്ക് നടന്നിട്ട് ആത്മീയ അധികാരം എന്ന് പറഞ്ഞിട്ട് കാര്യം. ആത്മീയത നിൽക്കുന്നവൻ ആത്മീയ അധികാരമുള്ളത്. ഹല്ലേലൂയ. ഒക്കെ ഒരു കുടുംബം, നല്ലൊരു കുടുംബമാണ്. എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടന്നു. ഇവരുടെ മകള് ഒരു പ്രതിസന്ധി വീണു. പ്രേമമാണല്ലോ ഇന്നത്തെ പ്രതിസന്ധി. അത് 2-3 കിട്ടിയവനെയും
സ്വന്തം സഭ ഉപേക്ഷിച്ച് പോകുന്ന ശരിയാവത്തില്ല മക്കളെ, ശരിയാവില്ല. അത് ഒരു പാരമ്പര്യത്തിൽ നീ വളർന്നു വന്നിട്ട് വേറൊരിടത്തോട് നീ ശരിയാവത്തില്ല. അത് പക്ഷെ 100 കണക്കിന് കഥകൾ പറഞ്ഞു തരാനുണ്ട്. ഈ പെൺകുട്ടി ഒരുത്തനുമായിട്ട് പ്രേമമായി. ഇങ്ങനെ കണ്ണിലുണ്ണി പോലെ 2 പെമ്പിള്ളാരെ വളർത്തിക്കൊണ്ട് വരുന്നൊരു അമ്മ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 10, 18, 20 വയസ്സായിട്ട് വാരി കൊടുക്കണം ഇവർക്ക് ഭക്ഷണം. അങ്ങനെയുള്ള അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കാൻ എത്രാം വയസ്സിലാണ്? 20-ാം വയസ്സിൽ കുഞ്ഞിപ്പൈതൽ ഇവിടെ ഇരിപ്പുണ്ട് അമ്മമാർ. അവൾക്ക് തിരക്കല്ലേ, അവൾക്ക് കൈ രണ്ടും തിരക്കാം. അപ്പം വാരി അങ്ങനത്തെ കുട്ടിയായിരുന്നു. അവൾ പോയിട്ട് ഒരു ദിവസം വിളിച്ചു, അമ്മ എനിക്കൊരുത്തന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അമ്മ തലം കുത്തിയിട്ട് താഴെ വീഴുന്നു. എൻ്റെ അടുത്ത് ഓടി വന്നു, വെച്ചാ അമ്മ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, അവളെങ്ങും പോകുകയില്ല, അവക്കെങ്ങും പോകാൻ പറ്റത്തില്ലെന്നേ. എൻ്റെ ഈ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഒരു ഇതിട്ടു, ഹൗ ആർ യു മോളെ, ഐ എം പ്രേയിങ് ഫോർ യു, ഗോഡ് ബ്ലെസ് യു. 3 സെൻറ്റൻസ്. ഒന്നും ചോദിച്ചില്ല, പ്രേമമുണ്ടോ, മുഴുത്ത പ്രേമമാണോ എന്നാണ് ഒന്നും ചോദിച്ചില്ല. 3 സെൻറ്റൻസ്. ഹൗ ആർ യു, ഗോഡ് ബ്ലെസ് യു, ഐ എം പ്രേയിങ് ഫോർ യു. അവൾ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ തെറ്റുപറ്റിയതാണ്, അങ്ങനൊന്നും ഞാൻ പോവില്ല അമ്മ. ഇന്ന് രാവിലെ ഞാൻ ആ അമ്മയെ കണ്ടതാണ്. ഇന്ന് രാവിലെ ഞാൻ ആ അമ്മയെ കണ്ടു. ഇത്രയുള്ള മക്കളെ, ഒരു അധികാരമുണ്ട് അമ്മയ്ക്ക്, ഒരു അധികാരം. നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞിന് ജന്മം നൽകി അങ്ങനെക്ക് ഒരമ്മ എന്ന അധികാരത്താൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരപ്പൻ എന്ന അധികാരത്താൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനിൽ നിന്ന് തിന്മ വിട്ടു പോകട്ടെ, ഈ തെറ്റായ ബന്ധം വിട്ടു പോകട്ടെ, ഈ ദുശീലം വിട്ടു പോകട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും ഞായറാഴ്ചകളിൽ. വലിയവന്മാരൊക്കെയാ 10, 20 ചിരി വരും ചിലപ്പോൾ. അമ്മയ്ക്ക് ഇത്രയും പൊക്കം, കൊച്ചിന് ഇത്രയും പൊക്കമാണ്. പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. കഴിഞ്ഞ ആഴ്ച കണ്ട സംഭവം ഞാൻ പറയണേ. ശരിക്കും ഒരു ചിരി വന്ന് ഈ അമ്മ എന്നോട് പറഞ്ഞേ, അച്ഛാ അവന് തല തെറിച്ചിരിക്കുക അച്ഛാ, അവന് പ്രാർത്ഥനയില്ല അച്ഛാ, അവൻ പള്ളിയിൽ പോകില്ല അച്ഛാ, കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന അവൻ കള്ളുകൂടിയ അച്ഛാ, അവൻ ബീഡി വലിയ അച്ഛാ, എല്ലാ പ്രശ്നമുണ്ട് അവന്. അങ്ങനെ കുറച്ച് അമ്മമാരുണ്ട് ഞായറാഴ്ച കാണാൻ വരുന്നവരില്ല. ഞാൻ പറഞ്ഞ അവനെ വിളിച്ചിട്ടുണ്ട്, അവൻ വരത്തില്ല അച്ഛോ, അവൻ വരത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ വരുവോ വരികയില്ലെന്ന് ഞാൻ ചോദിച്ചില്ല, നിങ്ങളോട് അവനെ വിളിച്ചുകൊണ്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്. അവൻ വരികയില്ല അച്ഛോ, നിങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് വാ. ചേച്ചി പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിച്ചോളാം. കഴിഞ്ഞ ആഴ്ച പയ്യൻ വന്നിരിക്കുക. വന്നപ്പോൾ ജസ്റ്റേഷനില്ലായിരുന്നു, അല്ലെങ്കിൽ അവനെ കുമ്പസാരിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഇവൻ വന്നിങ്ങനെ നിൽക്കുക. അമ്മ ഇവൻ്റെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇവനറിയത്തില്ലല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത്. ഇത് അപ്പനില്ലാത്ത വീടാണ്, ഒറ്റ മോനാ. എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലച്ചോ. നീ എന്തിനാണ് ഈ അമ്മയിട്ട് വിഷമിപ്പിക്കുന്നത്? അമ്മ ചുമ്മാ പറയുന്ന അച്ഛാ. നീ എന്താണ് കള്ളു കുടിക്കാറുണ്ടോ? മിണ്ടിയില്ല. പിന്നെന്നൊക്കെ ഉണ്ടല്ലോ ദുശീലം, മിണ്ടിയില്ല. ഞാൻ ചോദിച്ചേട്ടാ, ഈ അമ്മയുടെ കണ്ണീര് ഒരു കലത്തിലെടുത്താൽ എത്ര കാലം കണ്ണീരിപ്പോൾ ഉണ്ടായി കാണുമെന്ന് എനിക്കറിയാവോ? അവൻ്റെ മുഖം മാറി. ഈ അമ്മയുടെ കണ്ണീര് മുഴുവനും കൊണ്ട് ഒരു കാലത്തിൽ, ഞാൻ കപ്പിലൊന്നുമില്ല, ഗ്ലാസ്സിലൊന്നും, കർത്താവ് പറഞ്ഞ കപ്പിലെടുക്കുന്ന കാര്യമൊന്നുമില്ല, കുപ്പിയിലെടുക്കുന്ന കലത്തിലെടുത്താൽ ഈ അമ്മയുടെ കണ്ണീര് എന്തോരം ഉണ്ടാവും എനിക്കറിയാവുന്ന ഞാൻ ചോദിച്ചാൽ. അവൻ്റെ മുഖം പാടി. അവനത്ര കൈവിട്ട് പോയ പയ്യനൊന്നുമല്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. കാരണം അവൻ അത്ര ദൂരം പോയിട്ടില്ല. ഏതാനും മാസങ്ങളായിട്ട് ഗുസ്തി നടത്തിയിട്ട് അവസാനം പിടിച്ചോണ്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു, മോനെ കുമ്പസാരിച്ച് കുറച്ച് കാലമായി. അവൻ്റെ ഭാഗ്യത്തിനോ അവൻ്റെ കഷ്ടകാലത്തിനോ അച്ഛൻ അവിടെ ഇല്ലാതായിപ്പോയി. ജസ്റ്റിനച്ഛൻ എവിടെയാണ് പോയിരിക്കുക. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു, മോനെ കുറച്ച് പ്രാർത്ഥന അവന് കൊടുത്ത് നീ അടുത്ത ആഴ്ച വരണം. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച അവൻ വരികയാണെങ്കിൽ നിശ്ചയമായിട്ട് അവൻ രക്ഷപ്പെടാൻ പോകുക. ഉറപ്പാ മകളെ, ഉറപ്പാ. 99.9% എനിക്ക് ഉറപ്പാണ് അവൻ അടുത്ത ആഴ്ച വരികയും ചെയ്യും. ഞങ്ങളൊരു അധികാരമുണ്ട്, അമ്മയുടെ കണ്ണീരിന്റെ അധികാരം. ഒറ്റ ചോദ്യം, എടാ ഒരു കലം നിറച്ച് കാണുമോടാ നിന്റെ അമ്മയുടെ കണ്ണീര്? ഞാൻ റഫായിട്ട് സംസാരിക്കാം, അങ്ങനെയൊക്കെ ഇപ്പം വർത്തമാനം പറയാറുള്ളേ. ആ ചോദ്യത്തിനും അവനെ വല്ലാണ്ടായി. പറഞ്ഞു ചുമ്മാ വരാം. ഞാൻ പറഞ്ഞു, മോനെ
ഇത് കുടിക്കാൻ പോലെ ഈ ആഴ്ച. അവളെ ജീവിതത്തിന് വല്ലാത്ത അപ്പം മരിച്ചു ഒറ്റയ്ക്ക് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലൊക്കെ നിൽക്കുന്ന പിള്ളേരായത്. പിന്നെ അവന് കിട്ടുന്ന കൂട്ടുകെട്ടുകൾ അവനെ അവിടെ കൊണ്ട് എത്തിക്കും. ജോലിക്ക് തന്നെ പോകുന്നുണ്ട്. ആ ജോലിക്ക് ശമ്പളം മുഴുവൻ അവൻ്റെ കയ്യിൽ. അപ്പൻ്റെ പെൻഷൻ എങ്ങാണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുടുംബം ഈ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവൻ കള്ളും കുടിച്ച് തോന്നിയാസം കളിച്ച് പൈസ എല്ലാം കളയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനോർക്ക് ഒരു സംഭവം കൂടെ പറയാം. ഒരു മോൻ ഈ അടുത്ത ദിവസങ്ങളിൽ അവൻ്റെ കല്യാണമായിരുന്നു. അവൻ കേൾക്കുന്നുണ്ട് ഇത്. അവൻ കാനഡയിലാണ്. അവൻ കേൾക്കുന്നുണ്ട് ഇത്. ഇതുപോലെ അപ്പൻ ചെറുതായി ഇവന് 2 വയസ്സുള്ളപ്പോൾ അപ്പൻ ആക്സിഡൻറ്റ് മരിച്ചു പോയതാണ്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അമ്മയും മോനും കൂടെ ഇറങ്ങി വന്ന് അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുക. അങ്കിളുമാരല്ല അപ്പാപ്പന്മാരെല്ലാം കൂടെ ഇറക്കി വിട്ടു അവിടുന്ന്. മക്കളെ 2-ാം വയസ്സിൽ ഈ കുഞ്ഞിനെയും ചങ്കോട് ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ ഇറങ്ങി വന്നത്. ഇവിടെ വന്ന് മാട്ടും തുപ്പുക. നമുക്കറിയാലോ ഇങ്ങനെ ബുദ്ധിമുട്ട് പോയി എന്നെ വൈത്തിൽ കൊടിയോ നിങ്ങൾക്ക് പറയില്ലേ. ഇങ്ങനെ പറ്റി ആരൊക്കെ വേണ്ടത്? ഭർത്താവ് മരിച്ചു പോയി പിള്ളേർ പാടി നിൽക്കുന്നത് ആരെ ചുമക്കാൻ പോണേ? ഒന്നുമില്ല മകളെ, അമ്മയും അപ്പനൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. അവരൊക്കെ മടുക്കും ഇച്ചിരി കഴിയുമ്പോൾ. എല്ലാവരും മടുക്കും. നിങ്ങളെ കൊണ്ട് എല്ലാവരും ബോധിമുട്ടും മക്കളെ. ഇവിടെ എന്നോട് ചോദിക്കുക, അച്ഛാ ഞാൻ പറഞ്ഞടി കൊച്ചേ നീ പറയുന്നതിൽ ന്യായമുണ്ട്, പക്ഷേ അവരെ കൂടെ നമുക്ക് ചിന്തിപ്പിക്കാൻ പറ്റില്ല. എനിക്കൊന്നൊരു 8-10 കൊല്ലമായിട്ട് ഇവിടെ വരുന്നൊരു ചേച്ചി ചെയ്ത് 8-10 എനിക്ക് ആദ്യം മുതൽ ഇവരെ അറിയാം. മകൾ അന്ന് മുതൽ ഈ കൊച്ചിനെയും ചങ്കത്ത് ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ ജീവിച്ചു. എന്തോ പൈസ തന്ന ഇച്ചിരി അങ്ങനെ കിട്ടും. അതുകൊണ്ടൊക്കെ ജീവിച്ച് ഇവനെ പഠിപ്പിച്ചു. ഇവനെ +2 വരെ അങ്ങോട്ട് പഠിപ്പിച്ചു. ഈ സമയത്ത് ഉഴപ്പിൻ്റെ അങ്ങേ അറ്റമായി. ഇവൻ ബൈക്ക് വേണം, അവന് കാറ് വേണം. ഈ ചേച്ചി ആരോട് എൻ്റെ അടുത്ത് വന്നിട്ട് വെച്ചാൽ അവൻ കാറ്, ഞാൻ നിങ്ങളുടെ കാറ് കൊടുക്കാൻ കാശുണ്ടോ? അവന് ബൈക്ക് വേണം, നിങ്ങളുടെ കാശുണ്ടോ? ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾ കൊടുക്കൊന്നും വേണ്ട, അവൻ എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ. മക്കളെ കഴിഞ്ഞ ആഴ്ച അവൻ വന്നു. കല്യാണം കഴിഞ്ഞു. അവൻ വിദേശത്ത് പോയി നല്ലൊരു ജോലി കിട്ടി. അവൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു മാറ്റം. ഇവൻ എന്നോട് പറഞ്ഞത് എന്താ പറയുക, അച്ഛാ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചിട്ടുള്ള ഒരൊറ്റ വ്യക്തി അത് അച്ഛനാണ്. ഞാനിവനെ പൂരം ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ. ഇവൻ പറയാ എൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ എന്നോട് ഇടപെട്ട ഒറ്റ മനുഷ്യനുള്ളത് അച്ഛനാണ്. അച്ഛൻ കാരണം വെച്ചാൽ അമ്മയും ഞാനും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അവൾ ഇവൻ പറയാം ഞാൻ അങ്ങനെ സ്നേഹമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾ തെറ്റിയിരിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഞാൻ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ദൈവത്തിൻ്റെ വചനം. ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ ചേച്ചി തിരിച്ചെന്ന് വീട്ടിൽ ചെന്നിട്ട് മകന് കൊടുക്കും. ഇവൻ വിദേശത്ത് പോയി. അവിടെ പോയി അന്ന് മുതൽ ഈ ചേച്ചി ആ ഫോട്ടോയും കൊണ്ട് ഇവിടെ വരും. ഇപ്പം ഇവിടെ ഇരിപ്പുണ്ടാവും, ഞാൻ നോക്കണില്ല. ഇപ്പം മുമ്പിൽ അങ്ങനെ ഇരിപ്പുണ്ടാവും. ഇപ്പം അവൻ്റെ ഫോട്ടോ അതിങ്ങനെ ഈ ആനാമ്പള്ളം വീണ് പോയി. കഴിഞ്ഞ ദിവസം അവൻ്റെ കല്യാണമായിരുന്നു. കല്യാണവും കഴിഞ്ഞ് അവൻ ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ അടുക്ക വന്നതാണ്. ദൈവമക്കളെ അവൻ പറയുക എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം. അവനിപ്പോൾ അനാഥാലയം തുടങ്ങണം. അവന് ആരോരും നോക്കാത്ത ആർക്കും വേണ്ടാത്തവർക്ക് താമസിക്കാനുള്ള അവന് നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ് ചെറുക്കന്. ഡിഗ്രി കഴിഞ്ഞ പാടെ ഇന്ന് മനുഷ്യർക്ക് ജോലി ഇല്ലാത്തപ്പോൾ ഈ ചെറുക്കന് ജോലി കിട്ടി. നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവന് PG ചെയ്തുകൊണ്ട് അവൻ ജോലിയുണ്ട്, അതിൻ്റെ കൂടെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് വലിയ ശമ്പളം കിട്ടും. അവന് സിറ്റിസൺ ആകാനൊന്നും ആഗ്രഹമൊന്നുമില്ല അത്രേ. അവൻ ഒരു 15 കൊല്ലം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വരണം. ഈ നാട്ടിൽ വന്ന് ആർക്കും വേണ്ടാത്തവരെയൊക്കെ വളർത്ത് അവരെയൊക്കെ നോക്കി അവരെയൊക്കെ ശിശു ദൈവങ്ങൾ നോക്കിക്ക മക്കളെ. ഒരമ്മ കണ്ണീരിന്റെ അധികാരമാ മക്കളെ. ഒരമ്മയ്ക്ക് ഒരു അപ്പന് കുഞ്ഞുങ്ങളുടെ മേൽ അധികാരമുണ്ട്. പറയുക നിങ്ങളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിങ്ങളെ ഞാൻ അവരോധിച്ചു. ദൈവമക്കളെ എഴുന്നേറ്റ് ജീവിതത്തിൽ ഏത് തകർച്ച ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നിന്റെ മുമ്പിലുള്ള സകല പ്രതിസന്ധികളുടെ മേൽ നിനക്ക് അധികാരമുണ്ട്. നിന്റെ മുമ്പിലുള്ള സകല പ്രതിസന്ധികളെ നിനക്ക് തോൽപ്പിക്കാനാവോ, നിനക്ക് തകർക്കാനാവോ, നിനക്ക് പിഴുതെറിയാനാവോ, നിനക്ക് തകിടം പറിക്കാനാവോ. പുതിയ കാര്യങ്ങൾ നട്ടുവളർത്താൻ, പുതിയ കാര്യങ്ങൾ പടുത്തുയർത്താൻ ഈ നോയമ്പിൽ കർത്താവിന് കൃപ തരിക. ആഗ്രഹിച്ച മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാ സങ്കടങ്ങളും പറ മക്കള്, എല്ലാ ദുഃഖങ്ങളും പറ, എല്ലാ ക്ലേശങ്ങളും പറ, എല്ലാ ദുരിതങ്ങളും പറ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ.
കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ